ഹലോ ഗായ്സ്, അപ്പോൾ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അമ്പലത്തിലേക്കുള്ള പോക്കായതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഹിമാലയയുടെ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെനിക്കൊരു ഫിനിഷിംഗ് ടച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫേസിൽ അപ്ലൈ ചെയ്തു. ദെൻ യാർഡ്ലിയുടെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ കയ്യിൽ കുടഞ്ഞിട്ട് തുണി കൊണ്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. അതിന് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തി വരില്ല. കാരണം എൻ്റെ ഐബ്രോസിന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വെട്ടൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഫിനിഷിംഗ് ആക്കി. അതിനുശേഷം ഒരു ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കണ്ണെഴുതാറില്ല. എന്നാൽ ഇന്ന് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഒന്ന് എഴുതിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എഴുതി. പിന്നെ പൊട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഐലൈനറിൻ്റെ ഒരു ഡോട്ടാണ് യൂസ് ചെയ്തത്. പിന്നെ മാസിൻ്റെ ലിപ്പ് ലൈനറാണ്. അത് വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തു. ലൈൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഒരു ഇത്തിരി സിമ്പിളായിട്ട് തന്നെയല്ലേ ഒരുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ കളർ തന്നെ അങ്ങ് ഫുള്ള് ലിപ്പിലാക്കിയേക്കാമെന്ന്. അത് പലപ്പോഴും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് കമ്മലിടുകയാണ്. ജിമിക്ക് ചൂസ് ചെയ്തു. ട്രഡീഷണൽ ഡ്രസ്സ് എന്തിട്ടാലും അതും എസ്പെഷ്യലി അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ജിമിക്കാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇന്ന് ട്രഡീഷണൽ അല്ല, ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്നത്. കസവ് ചുരിദാർ ആയതുകൊണ്ട് ഞാൻ എന്തായാലും ജിമിക്ക് ചൂസ് ചെയ്തു. അടുത്തതായിട്ട് ഹെയറിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ തല കുളിച്ചിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. മുടി കെട്ടാൻ നല്ല പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തിട്ട് അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്ത് സെറ്റാക്കി വാച്ച് ഇട്ടു. കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോയിച്ച് വരാം. ഓക്കെ, ബൈ, സീ സൂൺ.